അടുത്ത 3-4 മാസത്തിനുള്ളിൽ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയുന്നത്. BJPക്കും കോൺഗ്രസിനുമൊപ്പം രാജ്യത്തുടനീളമുള്ള മറ്റു പാർട്ടികളും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും തങ്ങളുടെ ഒപ്പീനിയൻ പോൾ നടത്തുകയാണ്. ഇപ്പോൾ അതിൽ ABP സി വോട്ടർ സർവേ നടത്തിയ ഒരു സർവേ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ABP സി വോട്ടർ ഉന്നയിക്കുന്നത്. രാജ്യത്തെ 5 പ്രധാന സംസ്ഥാനങ്ങളിലെ പൊതുജനാഭിപ്രായ സർവേ ഫലമാണിത്. പഞ്ചാബ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ആകെ 223 ലോക്സഭാ സീറ്റുകളാണ് ഈ സർവേയിലുള്ളത്. ഈ സീറ്റുകളിലെ വിജയമാണ് രാജ്യത്ത് ആര് അധികാരത്തിലെത്തുക എന്ന് തീരുമാനിക്കുന്നത്. അതിൽ ആദ്യം ഇപ്പോൾ പുറത്തുവിട്ടത് മഹാരാഷ്ട്രയിലെ സർവേയാണ്. മഹാരാഷ്ട്രയിൽ BJPയുടെ മഹാസഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് ABPയുടെ പ്രവചനം. മറാഠ സംവരണ വിഷയം സംസ്ഥാനത്ത് ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണെന്നും സർവേയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ സർവേ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP, ശിവസേന, ഷിൻഡെ വിഭാഗം, NCP, അജിത് പവാർ വിഭാഗം സഖ്യത്തിന് വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്നതാണ് ABP സി വോട്ടർ സർവേ പറയുന്നത്. സി വോട്ടേഴ്സിൻ്റെ അഭിപ്രായ സർവേ പ്രകാരം മഹായുതി എന്ന ഈ സഖ്യത്തിന് ആകെയുള്ള 48 സീറ്റുകളിൽ 19 മുതൽ 21 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസും ശിവസേന, ഉദ്ധവ് വിഭാഗവും ശരത് പവാറിന്റെ NCPയും ചേർന്ന മഹാവികാസ് അഗാഡി സഖ്യത്തിന് 26 മുതൽ 28 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും പിന്തുണച്ചിട്ടും മഹാസഖ്യം കാര്യമായ വിജയം നേടുന്നതായി സർവേയിൽ പറയുന്നില്ല. ഉദ്ധവ് താക്കറെയും ശരത് പവാറും നേതൃത്വം നൽകുന്ന മഹാവികാസ് അഗാഡി മികച്ച വിജയം നേടുമെന്നാണ് പറയുന്നത്. സി വോട്ടേഴ്സിന്റെ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം മഹായുതിക്ക് 37%, മഹാവികാസ് അഗാഡി സഖ്യത്തിന് 41% വോട്ട് വിഹിതം ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട്. നിലവിൽ ശിവസേന BJPയോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ 48-ൽ 41 സീറ്റുകൾ NDAക്കുണ്ട്. ഇന്ത്യ മുന്നണിക്ക് 6 സീറ്റുകൾ മാത്രമാണുള്ളൂ. അവിടെ നിന്നാണ് ഇപ്പോൾ മഹാവികാസ് അഗാഡി സഖ്യം 22 സീറ്റുകൾ പിടിച്ചെടുത്ത് 28ലേക്ക് കുതിക്കുമെന്ന് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഒരു ശുഭ സൂചന തന്നെയാണ് നൽകുന്നത്.